ഹൗസ് വാമിംഗ് നടക്കാണ്ടി പോകുന്ന നമ്മുടെ ചങ്ക് മൻസൂറിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ കുറേ കാലത്തെ തൻ്റെ പ്രവാസ ജീവിതത്തിനൊടുവിൽ കഠിന പ്രയത്നത്തിലൂടെ മൻസൂർ അങ്ങനെ ഗംഭീരമായൊരു വീട് പണിതിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മൻസൂർ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ വീട്. പിന്നെ ഇതെല്ലാം നമ്മളെ ചങ്ങായിമാരാണ്. അപ്പം വീട്ടിൽ കൂടുതലായി വീടെ കയറി തന്നിട്ടുള്ള മോശമാണ്. അങ്ങനെ കയറി വന്നതാണ്. പിന്നെ ഏകദേശം എല്ലാ പണിയും പൂർത്തിയായി അല്ലേ? കംപ്ലീറ്റ് ഫിനിഷിംഗ് വർക്കിലാണുള്ളത്. എന്നാൽ എന്തെങ്കിലും പോരായ്മ എവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണല്ലോ. ഒരു മലയാളികൾക്ക് ഒരു ഹരമായൊരു സംഗതിയാണല്ലോ. വാ കമോൺ. അങ്ങനെ വീട്ടിൻ്റെ അകത്ത് കയറി ഞാൻ പരിശോധന തുടങ്ങി. മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ്. എവിടെയും ഒരു ന്യൂനത കണ്ടെത്താൻ കഴിയുന്നില്ല. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയും ഒന്നും കാണാനില്ല. അപ്പോഴാണ് എല്ലാ സാധാരണക്കാരനെയും വീട്ടിലെ അതേ അവസ്ഥ എവിടെയുണ്ട്. അതായത് നമ്മളൊരു വീട് വെക്കുന്നതിൻ്റെ നമുക്ക് സുരക്ഷിതമായിട്ട് കട തുറക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ വീടിനുള്ളിൽ ബോംബ് വെച്ചുകൊണ്ട് നമുക്ക് കട തുറക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചു തരാം. ഈ സാധനമുണ്ട് ഗ്യാസ് കുറ്റി. അപ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ എല്ലാ വീട്ടിൽ നിന്ന് അത്യാവശ്യമാണ്. എന്നാലോ ഇതൊരു ബോംബുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പുറത്ത് സ്ഥാപിക്കണം. അത് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം സ്ഥാപിക്കാൻ. അപ്പോൾ അതിനെന്താ വഴി? അപ്പോൾ മൻസൂർ പറഞ്ഞു അതെല്ലാം ആടിയെല്ലാം സ്ഥാപിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഗ്രില്ല് ഇത് കുറച്ച് സുരക്ഷിതമായ ഒരു സംഗതി തന്നെയാണ്. പുറത്താണെന്നുള്ളത്. ഇത് ഈ പൈപ്പ് ഉണ്ടെങ്കിൽ ഈ പൈപ്പെല്ലാം എത്രത്തോളം സുരക്ഷിതമാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയാണ്ട്. വെറുതെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും ഒരു കൂട്ടിനുള്ളിലാക്കിയാൽ കൂടെ ഒന്നും ഗ്യാസ് ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. എൻ്റെ അടുത്തൊരാളുണ്ട്, ആറത്തുള്ള പ്രശാന്ത്. മൂപ്പർ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതുകൂടി കേട്ടിട്ട് വേണം നീ തീരുമാനിക്കാൻ. വിളിക്കുക. ഓക്കെ, അത് നോക്കിക്കോ. 81 29 67 13 83 പ്രശാന്ത്. ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ ചോദിക്കും. ഇതേപോലെ ഇപ്പം നിങ്ങൾ ചെയ്തിട്ടില്ല ഇതേപോലെ ഞാൻ ചെയ്തിട്ടുള്ള ഇങ്ങനെ ചെയ്യരുത്. ശരിക്ക് ഇതിനൊരു അപകടവശം പറഞ്ഞുതരാം. ഇതിപ്പോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ അകത്താ വെച്ചിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. പക്ഷെ പല കാരണം കൊണ്ട് ഇത് ലീക്ക് ആവും. ഈ പഴക്കം കൊണ്ട് ക്രാക്ക് വരും. പിന്നെ ഇതിന് ഒരു നിശ്ചിത സമയം ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്ത് നിങ്ങൾ തന്നെ കുറെ കാലം ഉപയോഗിക്കും. അന്നേരമാണ് അപകടം ഉണ്ടാവും. ഇത് ചെറുങ്ങനെ പിന്നെ ലീക്ക് ചെയ്യാൻ നമ്മൾ അറിയില്ല. ഇതിന്റെ വേറെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ചെറുങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഓഫ് ചെയ്ത് കിടക്കുമല്ലോ. രാവിലെ വരുമ്പോഴേക്ക് ഈ ഗ്യാസ് തേച്ച് പുറത്തു വന്നിട്ട് ആ റൂമിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കും. അറിയാണ്ട് വന്ന് ഗ്യാസ് ഓൺ ചെയ്യും, അപകടം. അങ്ങനെ പ്രശാന്തേട്ടൻ വന്ന് മൻസൂറിനോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ മൻസൂറിന് പിന്നെയൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. വർക്ക് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒട്ടും അമാദിച്ചു നിൽക്കാതെ പ്രശാന്തേട്ടൻ വർക്ക് ആരംഭിക്കുകയും ചെയ്തു. ഈ സിലിണ്ടറുകൾ സൂക്ഷിക്കുവാനായി പ്രത്യേകതരം ഒരു കൂടൊക്കെ മൻസൂർ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇനി ഇത്തരം കൂടുകളില്ലാത്ത വീടുകളിൽ അത് സെറ്റ് ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്തവും പ്രശാന്തേട്ടൻ ഏറ്റെടുക്കാറുണ്ടത്രേ. ഇനി എന്താണ് MLC പൈപ്പ്, എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നൊക്കെ ഞാൻ വിവരിക്കാം. വർദ്ധിച്ചു വരുന്ന ഗ്യാസ് അപകടങ്ങളുടെ വാർത്തകൾ നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണം ഗ്യാസ് സിലിണ്ടറുകൾ അടുക്കളയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ്. വീടിന് പുറത്ത് വായു സഞ്ചാരം ഉറപ്പുതരുന്ന സുരക്ഷിതമായ സ്ഥലത്ത് സിലിണ്ടറുകൾ സൂക്ഷിക്കുക എന്നതാണ് ഇതിന് ഒരേയൊരു പരിഹാരം. ഗ്യാസ് ലൈനിന് വേണ്ടി പ്രമുഖ ബ്രാൻഡായ ജിൻഡാൽ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന ജിൻഡാൽ MLC ഗ്യാസ് പൈപ്പ് പോളിയെത്തിലിൻ, അലൂമിനിയം തുടങ്ങി 5 പാളികളാൽ കൂടുതൽ സുരക്ഷിതമാണ്. ഇത് ഒരേ സമയം മെറ്റൽ പൈപ്പിന്റെയും പ്ലാസ്റ്റിക് പൈപ്പിന്റെയും ഗുണം പ്രദാനം ചെയ്യുന്നു. ജിൻഡാൽ MLC പൈപ്പുകൾ 50 മീറ്റർ മുതൽ 250 മീറ്റർ വരെയുള്ള റോളുകളായിട്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലിംഗ് പോലുള്ള ജോയിൻസുകൾ ഒഴിവാക്കുവാൻ പറ്റും. അതോടൊപ്പം ഇതിന്റെ ബെൻഡിംഗ് സ്പ്രിംഗ് ഉപയോഗിച്ച് ഇത് ഏത് രൂപത്തിലും വളച്ചെടുക്കുവാനും പറ്റും. അതുകൊണ്ട് തന്നെ എൽബോ പോലുള്ള ജോയിന്റുകൾ നമുക്ക് ഒഴിവാക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ ഒഴുകുന്ന ഗ്യാസിന്റെ ഫ്ലോ ഒരിക്കലും നഷ്ടമാകുന്നില്ല. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 40 ഡിഗ്രി മുതൽ 95 ഡിഗ്രി വരെയുള്ള ഇതിന്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി. ഇത് ഉയർന്ന താപനിലയെ അതിജീവിക്കുകയും തീപിടുത്തം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവനെയും അടുക്കളയെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പോളിയെത്തിലിൻ, അലൂമിനിയം അടക്കമുള്ള 5 ലെയർ കൊണ്ട് നിർമ്മിച്ച ഈ പൈപ്പ് എലികൾക്ക് കരണ്ട് മുറിക്കുവാനോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുള്ള ലീക്കുണ്ടാവാനോ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം ഒരു സിലിണ്ടറിൽ നിന്നും ഒന്നോ അതിലധികമോ ഗ്യാസ് അടുപ്പുകളിലേക്ക് കണക്ഷൻ നൽകുവാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ ഒന്നിലേറെ സിലിണ്ടറുകൾ ഒരേ ലൈനിൽ സ്ഥാപിക്കുവാനും സാധ്യമാണ്. 50ലേറെ വർഷത്തെ ഗ്യാരണ്ടിയും കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ ഇനി ലക്ഷങ്ങൾ മുടക്കി വീട് പണിയുമ്പോൾ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്ഥാനവും അതിനു വേണ്ട ഗുണമേന്മയുള്ള പൈപ്പുകളുടെ തിരഞ്ഞെടുപ്പും നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്ന് പുതുതായി പണിയുന്ന മിക്ക വീടുകളിലും ജിൻഡാൽ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സംവിധാനം ആ വീടിന്റെ എഞ്ചിനീയർമാർ തന്നെ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ നിലവിൽ ഇന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല വീടുകളിലും ഈ സംവിധാനം ഇനിയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നിലവിലുള്ള വീടുകളെയും മാറ്റണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കുറച്ചു നേരത്തെ
പരിശ്രമത്തിനൊടുവിൽ മൻസൂറിന്റെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ വളരെ സുരക്ഷിതമായി സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രശാന്തേട്ടൻ. മൻസൂറും വളരെയേറെ ഹാപ്പിയാണ്. അങ്ങനെ മൻസൂറിന്റെ വീട്ടിലെ ആ വലിയ ന്യൂനത പരിഹരിച്ചതിന്റെ സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയായി. നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിനെ ഈ ഒരു സംവിധാനത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാനുമായോ അല്ലെങ്കിൽ നമ്മുടെ പ്രശാന്തേട്ടനുമായോ ബന്ധപ്പെടാം. നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പേക്കര. ടിൽ ദെൻ ബൈ ബൈ.